എറണാകുളത്തുണ്ടായ വൻ തീപിടുത്തമാണ്. സൗത്ത് പാലത്തിന് സമീപമാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പുലർച്ചയോടെ ഉണ്ടായ തീപിടുത്തം ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ശ്യാംകുമാർ ഇപ്പോൾ വിശദാംശങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്യാംകുമാർ, ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിലെ സ്ഥിതി എന്താണ് ശ്യാംകുമാർ? ഉന്മേഷെ, കൊച്ചിയിൽ ഈയിടെ ഉണ്ടായ ഏറ്റവും വലിയ തീപിടുത്തത്തിനൊന്നാണ് ഇപ്പോൾ നഗരം സാക്ഷ്യം വഹിച്ചത്. പുലർച്ചെ 2:30-നും 3-നും ഇടയിൽ തീപിടുത്തം ആരംഭിച്ചു എന്നുള്ളതാണ് കൊച്ചി അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെ വ്യക്തമാക്കിയത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ 10ഓളം യൂണിറ്റുകൾ, നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10ഓളം യൂണിറ്റുകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതും ഈ ഒരു ഭാഗത്ത് ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾ വളരെ നേരമായി അവരവിടെ നിന്ന് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ തീയല്ല, പ്ലാസ്റ്റിക് കത്തി ഉരുകുന്ന പുകയാണ് ഉയരുന്നത്. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ വീട്ടിൽ താമസിച്ചിരുന്ന ആളുകൾ തന്നെയാണ് ഈ തീപിടുത്തം ആദ്യം കാണുന്നത്. അവർ പെട്ടെന്ന് പുറത്തേക്ക് മാറുകയായിരുന്നു. പിന്നാലെ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടുവെന്നും അവർ അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ ഉടമസ്ഥൻ, ഈ കടയുടെ ഉടമസ്ഥൻ രാജു ഇവിടെ 37 വർഷമായി ഇവിടെ ആക്രി സാധനങ്ങൾ ശേഖരിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ആളാണ്. ആരെങ്കിലും തീയിട്ടതാണോ എന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും രാവിലെ ഇപ്പോൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പല ഭാഗങ്ങളിൽ സൗത്ത് മേൽപ്പാലത്തിന്റെ 2 വശത്തു നിന്നും ഒരേ സമയം തന്നെ ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഫയർ ഉദ്യോഗസ്ഥർ സുരക്ഷാ സംവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് അകത്തേക്ക്, ഒരു വശത്ത് നിന്ന് പ്രധാന കവാടത്തിനുള്ളിൽ നിന്ന് അകത്തേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. അത് തീയുടെ വ്യാപ്തി ഉൾപ്പെടെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മണിക്കൂറുകളായി കൊച്ചി നഗരത്തിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ പുക ശക്തമായി ഉയരുന്നുണ്ട്. അതുകൂടി നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ, ഒരു കാര്യം ചെയ്തത്, എപ്പോഴത്തേക്കായിരുന്നു ഈ തീ അറിഞ്ഞ് നിങ്ങൾ ഇവിടെ? ഇതാണ് നമ്മൾ അങ്കമാലിന്നൊക്കെ വന്നതാ. എപ്പോഴും ഇവിടെ എത്തിയിരുന്നു? നമ്മളൊരു 3 എത്തിയോടെ. നല്ല കത്തായിരുന്നു. ഇപ്പൊ ഒരു കൺട്രോളായി. ഇനി നമുക്ക് കുറെ ഷീറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിന് ഫയറാക്കി വെച്ച് വലിച്ചു മാറ്റിയിലാണ് വെള്ളം കുറച്ചൊക്കെ ഇറങ്ങാൻ പറ്റും. കുറച്ച് ഇറക്കി സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് വരും. അപ്പൊ പിന്നെ ഒരുമാതിരി തീ ആണ്. ഇപ്പൊ ഒരുപാട് വലിയ തീയൊക്കെ ശമനമായിട്ടുണ്ട്. ഇപ്പൊ പുക എന്ന് പറഞ്ഞ സാധനം ഈ ആക്രി സാധനങ്ങളല്ലേ, അത് നിറച്ചും മടിയിലൊക്കെ ഈ പഞ്ഞ് കിടക്കുകയും മറ്റേ സാധനങ്ങൾ കുറേ ഉണ്ട്. കസേരകൾ, കുഷ്യൻസ് കുറേ ഉണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇനി കുറച്ച് ഇറക്കേണ്ടി വരും. നല്ല പണിയുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അങ്കമാലിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ടീം എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണുന്നത് തീ കെടുത്തിയ ഭാഗത്ത് വീണ്ടും തീയുടെ ഒരു സ്പാർക്ക് കണ്ടപ്പോൾ അങ്ങോട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വെള്ളം അടിച്ച് അത് വീണ്ടും കെടുത്തുന്നതാണ്. വലിയ പുക ഉയരുന്നുണ്ട്. സൗത്ത് മേൽപ്പാലത്തിന്റെ മുകളിൽ ഉൾപ്പെടെ ഫയർഫോഴ്സ് വാഹനങ്ങൾ നീണ്ട നിരയാണ് ഉള്ളത്. അതൊക്കെ ഇവിടെ എത്തി തുടർച്ചയായിട്ട് വെള്ളം അടിച്ചുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കുകയാണ്. പുലർച്ചെ 2:30-3 മണിയോട് കൂടിയിട്ടാണ് ഈ തീപിടുത്തം വിവരം പുറത്തറിയുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഗാന്ധിനഗറിൽ നിന്നും എറണാകുളത്ത് നിന്നുമുള്ള യൂണിറ്റുകൾ ഇങ്ങോട്ടെത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയും ചെയ്തു. ഏതായാലും തീ നിയന്ത്രണമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പക്ഷേ പുക, അത് പ്ലാസ്റ്റിക് കുഷ്യൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ തീക്കൊപ്പം പുകയും വലിയ രീതിയിൽ വ്യാപിക്കുന്നുണ്ട്. ഏതായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. രാജു എന്ന ആളുടെ സ്ഥാപനത്തിനാണ് തീപിടുത്തം ഉണ്ടായത്. പൊട്ടിത്തെറി ശബ്ദം കേട്ടുവെന്ന് പറയുന്നുണ്ട്. നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് ഗ്യാസ് കുറ്റി അടക്കം ആ വീട്ടിലുണ്ടായിരുന്നു. അതാണോ പൊട്ടിത്തെറിച്ചത് എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും കൊച്ചി ഈയിടെ കണ്ട ഏറ്റവും വലിയ തീപിടുത്തം, അതിന് തുടർന്നുണ്ടായ പുകപടലങ്ങൾ അങ്ങനെ നഗരത്തെ ആകെ ഈ ഒരു രീതിയിലേക്ക്, പുകയിലേക്ക് മുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സൗത്ത് വഴിയുള്ള ഗതാഗതം ഉൾപ്പെടെ പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ടാണ് സുരക്ഷാ വാഹനങ്ങൾക്ക് ഇവിടെ എത്തുകയും രക്ഷാപ്രവർത്തനം നടത്താനും ഉള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ രാവിലെ മുതൽ ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ ഈ തീപിടുത്തം ആരംഭിച്ചിട്ട്. അതിന്റെ വിവരം ലഭിച്ചിട്ടും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തിയിട്ടും അപ്പോൾ മുതൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ഈ കടയുടെ പുറകുവശത്താണ്. മറുവശത്തും ഇതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വെള്ളമടിച്ചും രാവിലെ തന്നെ ഫോഗ് തളിച്ചുമൊക്കെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടായിരുന്നു. ഏതായാലും വലിയൊരു തീപിടുത്തം കൊച്ചി നഗരത്തിൽ ഉണ്ടായത് കൃത്യമായ ഇടപെടലിലൂടെ ഫയർഫോഴ്സിനും പോലീസിനും ഉൾപ്പെടെ നിയന്ത്രിക്കാൻ സാധിച്ചിരിക്കുന്നു. സമീപത്ത് ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഈ പുകയാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ, അത് വിഷപ്പുകയാണ്. കാരണം പ്ലാസ്റ്റിക് ഉൾപ്പെടെ കത്തി വരുന്ന ഭാഗത്തെ പുകയാണ്. ആ വീട്ടിലുണ്ടായിരുന്ന ദൃശ്യങ്ങളും കാണാൻ സാധിക്കും. ഈ വീട്ടിലാണ് ആളുകൾ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നാണ് ഒരു പ്രായമായ സ്ത്രീ ഉൾപ്പെടെ ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. ഏതായാലും ആ വീട്ടിൽ, ആ തീപിടുത്തം ആദ്യം കണ്ടവരുടെ ആ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാവുന്നത്. അടുക്കളയിൽ ഉൾപ്പെടെ ഇവിടെ നിന്നാണ് ആളുകൾ ഈ തീയുടെ വ്യാപ്തി അറിയുന്നത്. പിന്നീട് ഫയർഫോഴ്സ് എത്തുകയും ഇവിടെ നിന്ന് ആളുകളെ
മാറ്റുകയുമായിരുന്നു. ഏതായാലും തൊട്ടടുത്ത ഈ വീടിനോട് ചേർന്നുള്ള കടയിൽ തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായിരുന്നത്. അങ്ങനെ തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും നടന്നു വരികയാണ്. ഏതായാലും പുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നിയന്ത്രണം ആക്കി കഴിഞ്ഞാൽ മാത്രമേ ആ കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് ഫയർഫോഴ്സിന് പൂർണ്ണമായും എത്തി അത് തീ പൂർണ്ണമായും നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. തൊട്ടടുത്ത് വർക്ക്ഷോപ്പുകൾ ഉണ്ടായിരുന്നു, ഈ ആക്രി സാധനങ്ങൾ വെച്ച ഗോഡൌൺ ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ കെട്ടിടത്തിന്റെ ഷീറ്റുകൾ, ചുറ്റും ടിൻ ഷീറ്റുകൾ മറച്ച കെട്ടിടമായിരുന്നു, അവിടെ ഷീറ്റുകൾ മാറ്റിക്കൊണ്ട് അതിന്റെ ഉൾഭാഗത്തേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ കയറിയത് ഇനിയും എന്തെങ്കിലും സാധനത്തിന് തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ആ കെട്ടിടത്തിന്റെ മുൻഭാഗത്താണ് നമ്മളുള്ളത്. അത് കത്തി കിടക്കുന്ന ആ കത്തി പൂർണ്ണമായും കത്തിയ വസ്തുക്കളാണ് അവിടെ ഉള്ളത്. അങ്ങനെ കാണാം ആക്രി സാധനങ്ങളെല്ലാം കത്തി അമർന്നു കിടക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സുരക്ഷാ സ്യൂട്ടുകൾ ധരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അവർ ഇപ്പോൾ ഇവിടെ ഉള്ളത് തീ പൂർണ്ണമായും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. അകത്ത് ഇനി എന്തെങ്കിലും തീ പിടിക്കാനുള്ള സാധ്യതയുണ്ടോ, വസ്തുക്കളുണ്ടോ എന്നുള്ളത് കാണാം. ഏകദേശം ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ അകത്ത് കയറിയ തീപിടുത്തം ഉണ്ടായതിന്റെ അകത്തേക്ക് ഉദ്യോഗസ്ഥർ പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉള്ളിലേക്ക്, ഈ കടയുടെ ഉള്ളിലാണ് കൂടുതൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് ഉദ്യോഗസ്ഥർ അതിന്റെ അകത്തേക്ക് പോയി ഫയർ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ പരിശോധന നടത്തുകയാണ്. കാരണം ഇവിടെ ഇനിയും തീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ടോ, തീ പിടിക്കാനുള്ള മറ്റ് വസ്തുക്കളുണ്ടോ എന്നതിന്റെ സുരക്ഷാ ചെക്കിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. മറുഭാഗത്ത് നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം, കൊച്ചി കണ്ട ഏറ്റവും വലിയ ഈയിടെ കണ്ട ഒരു ദശകത്തിനിടെ തന്നെ കണ്ട ഏറ്റവും വലിയ തീപിടുത്തങ്ങളിലൊന്ന് കൊച്ചി നഗരത്തിൽ ഉണ്ടായിരിക്കുന്നു. കൊച്ചിയിലെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള മേഖലയിൽ തന്നെയാണ്, റെയിൽവേ ട്രാക്കിനോട് ഒരു 20 മീറ്ററോളം പോലും ദൂരമില്ലാത്ത ഒരു സ്ഥലത്താണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഇവിടെ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തീ ഏകദേശം നിയന്ത്രണ വിധേയമായി എന്ന് പറയാം. പക്ഷേ അപ്പോഴും അപകട സാധ്യത പൂർണ്ണമായിട്ട് ഒഴിഞ്ഞിട്ടില്ല.